2021 ഫെബ്രുവരി അതിർത്തിയിലെ പാകിസ്ഥാന്റെ പ്രകോപനത്തിന് ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി കൊടുത്ത് മാസങ്ങൾ കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. എത്ര കൊണ്ടാലും പഠിക്കാത്ത ആ രാജ്യം വീണ്ടും നാണം കെട്ട് അപകടകരമായ ഒരു കളിക്ക് പദ്ധതിയിട്ടിരുന്നു. ഫ്രാൻസിന്റെ അഗസ്റ്റ 9 ക്ലാസിൽപ്പെട്ട PNS സാദ് മുങ്ങിക്കപ്പൽ കറാച്ചിയിലെ ജിന്ന നേവൽ ബേസിൽ നിന്ന് സെയിൽ ചെയ്ത് അറേബ്യൻ ഉൾക്കടലിന്റെ സമീപത്തേക്ക് ഊളിയിടുന്നു. ഇന്ത്യൻ മാരിടൈം സോണിനോട് ചേർന്ന് ജലാന്ത ഭാഗത്ത് കിടന്ന് നമ്മുടെ നേവൽ മൂവ്മെന്റുകളെ നിരീക്ഷിക്കുകയായിരുന്നു ഉദ്ദേശം. പാകിസ്ഥാൻ മിലിറ്ററി കരുതി അവരുടെ സബ്മറൈൻ അദൃശ്യമാണെന്ന്, കടലിന്റെ അടിയിൽ ഇന്ത്യൻ നേവിയുടെ കണ്ണെത്താതെ കിടക്കാമെന്ന്, നിശബ്ദം ഒളിഞ്ഞിരിക്കാമെന്നും. കാരണം പാകിസ്ഥാൻ മാത്രമല്ല, വമ്പൻ നാവിക ശക്തികൾ പോലും പ്രയോഗിച്ച് വിജയിച്ച രീതിയാണത്. എഞ്ചിനുകൾ ഓഫ് ചെയ്ത് ശബ്ദമുണ്ടാക്കാതെ അത്യാഴത്തിൽ കിടന്ന വിവരങ്ങൾ ചോർത്തുക, വേണ്ടിവന്നാൽ സമുദ്രാതിർത്തി കടന്നു വന്ന എന്തിനും പോന്നവരാണെന്ന് ഒന്ന് തെളിയിച്ച ഇന്ത്യൻ സബ്മൈനറുകളുടെ കണ്ണിൽപ്പെടുന്ന മാത്രയിൽ വേഗത്തിൽ മടങ്ങുക. കൃത്യമായി തയ്യാറാക്കിയ ഒരു പ്ലാൻ. ഇതുമായി എക്സിക്യൂട്ടീവ് ചെയ്ത ഇന്ത്യൻ സൈന്യത്തിന് മേൽ ഒരു സൈക്കോളജിക്കൽ ഡോമിനൻസ് നേടുക, ഒരു അതിമോഹം. എന്നാൽ അവിടെ തുടങ്ങുകയായിരുന്നു ലോകം അപൂർവമായി മാത്രം കണ്ടിട്ടുള്ള കടൽ വേട്ടയാടിന്റെ നേർക്കാഴ്ച. സുശക്തമെന്ന് സ്വയം കരുതിയ ഒരു കാട്ടുപന്നിയെ മാളത്തിൽ കടന്ന് കഴുത്തിന് പിടിച്ച് പുറത്തിട്ട സിംഹരാജന്റെ മൃഗയാതന്ത്രത്തിന് സീക്രട്ട് നവൽ പസ് ദവേനാസ പാകിസ്ഥാൻ നേവൽ ഷിപ്പ് സാദ് ആരുമറിയാതെ വൻ പദ്ധതിയുമായി കറാച്ചിയിൽ നിന്ന് കടലിലേക്ക് ഊളിയിടുമ്പോഴേ INS കൊൽക്കത്ത, INS ചെന്നൈ എന്നീ ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയേഴ്സും INS കൽവാറി എന്ന ആധുനിക വാർഷിപ്പും അറബിക്കടലിൽ തന്ത്രപ്രധാനമായ പോയിന്റുകളിൽ സക്രിയം ഏതു സംഹാരത്തിനും സജ്ജമായി നിലകൊണ്ടു. പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ സാദ് അതും അറിയുന്നുണ്ടായിരുന്നു. എന്നാൽ അതേസമയം അകലെ 10,000 അടി ഉയരെ മാനത്ത് ഒരു കഴുകൻ മേഘക്കീറുകൾക്ക് മുകളിൽ മറഞ്ഞിരുന്ന, കടലിലെ വെള്ളം പോലും അറിയാതെ, ഒരു സിഗ്നലും പുറപ്പെടുവിക്കാതെ, ഒരു ഈച്ച പോലും അറിയാതെ മുങ്ങിക്കിടന്ന പാകിസ്ഥാൻ സ്റ്റെൽ സബ്മിനറിനെ അതിന്റെ ആഴവും ലൊക്കേഷനും പൊസിഷനും ഉൾപ്പെടെ പ്രീസൈസായി ലൊക്കേറ്റ് ചെയ്ത ഇന്ത്യൻ നേവിയുടെ PAI പുഡൈസർ എയർക്രാഫ്റ്റ്, ലോകത്തെ ഏറ്റവും അത്യാധുനിക സബ്മറൈൻ ഹണ്ടർ, ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമുള്ള വേട്ടപക്ഷി, ഇന്ത്യ കസ്റ്റമൈഡ് ചെയ്ത് വാങ്ങിയ പ്രാപ്പിഡയൻ PAI പ്രൊസീഡൻ, പാകിസ്ഥാൻ കടലിനടിയിലെ ചാറിനെ ട്രാക്ക് ചെയ്ത് മിനിറ്റുകൾക്കുള്ളിൽ സബ്മറൈൻ ഡിസ്ട്രോയറുകളായ INS കൊൽക്കത്തയും INS ചെന്നൈയും പിന്നെ സ്കോർപിയൻ ക്ലാസ് സബ്മറൈൻ INS കരാഞ്ചും ഒരു 3 ലെയർ അണ്ടർ വാട്ടർ ട്രാപ്പ് ഒരുക്കി. ഒരേ ഒരു ഉത്തരവിനായി കാത്തു. ഒരു പാകിസ്ഥാൻ മുങ്ങിക്കപ്പൽ കടലിനടിയിൽ ചിതറിക്കാൻ ഇനി സെക്കൻഡുകൾ മാത്രം മതി. ഭയന്നുപോയി അവർ. ഡിസ്ട്രക്ട് ട്രാൻസ്മിഷൻ പുറപ്പെടുവിച്ച് സമുദ്രാതിർത്തി ലംഘിച്ചില്ലെന്ന് ആണയിട്ട് അഭ്യാസ പ്രകടനം മാത്രമേ ലക്ഷ്യമുണ്ടായിരുന്നുള്ളെന്ന് യാചിച്ച് U-ടേൺ അടിച്ച് കറാച്ചിയിലേക്ക് പാഞ്ഞു. ഇന്ത്യ ഒരു വാക്കുപോലും മിണ്ടിയില്ല, ഒരു ടോർപിഡോ പോലും തടുത്തില്ല, മുങ്ങിക്കപ്പലിനെ മുക്കിയില്ല. പക്ഷേ പാകിസ്ഥാൻ നേവിക്ക് ഓർക്കാൻ ഒരു ദശാബ്ദം ഒരൊറ്റ സംഭവം മതിയായിരുന്നു. അമേരിക്കയും ചൈനയും പോലും അത് കണ്ട് ഭയന്നു. ഇന്ത്യയുടെ PAI സ്കോർപിയൻ ഡിസ്ട്രോയർ എങ്ങനെ കോംബോ പാക്കേജിൽ വിന്യസിക്കുന്നു എന്ന് അത് മതിയായിരുന്നു പാകിസ്ഥാന് മനസ്സിലാക്കാൻ. നീ കാണും മുമ്പ് ഞങ്ങൾ കാണും, നീ ട്രാക്ക് ചെയ്യും മുമ്പ് ഞങ്ങൾ ട്രാക്ക് ചെയ്യും, നീ ഗൺ ഷോട്ട് പോലും ഉതിർക്കാതെ ഞങ്ങൾ മിഷൻ ഫിനിഷ് ചെയ്യും. ഇന്ത്യൻ നേവിയുടെ ഡിക്ലറേഷൻ ആയിരുന്നു അത്. സത്യത്തിൽ പാകിസ്ഥാൻ എന്ന രാജ്യം ദയനീയമായി ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഇന്ത്യൻ നേവൽ ഇന്റലിജൻസിന് മുന്നിൽ ഉരുകിത്തീർന്ന സംഭവമായിരുന്നു അത്. എന്ത് ടെക്നോളജിക്കും ഒരിക്കലും അറിയില്ലെന്നും കണ്ടുപിടിക്കാനാകില്ലെന്നുമുള്ള വിശ്വാസത്തിൽ കടലിനടിയിൽ നടത്തിയ ഓപ്പറേഷനിൽ ആ പാക് മുങ്ങിക്കപ്പൽ കണ്ടെത്തി. ക്ലാസിഫൈ ചെയ്ത പല ഫോർമുലകൾ കൊണ്ട് ആകാശത്തു നിന്നും കടലിന് മുകളിൽ നിന്നും കടലിനാഴത്തിൽ നിന്ന് ടാർഗറ്റിൽ കുത്തി നിർത്തപ്പെട്ടപ്പോൾ പാകിസ്ഥാൻ നാവികസേനയുടെ അവസാന അഭിമാനം കപ്പൽ കയറുകയായിരുന്നു. മാത്രമല്ല, ലോകത്തെ നാവിക ഓപ്പറേഷനിൽ അടുത്തിടെ നടന്ന സൈലന്റ് കില്ലർ മിഷൻ കൂടിയായിരുന്നു അത്. അതാണ് ഇന്ത്യൻ നേവി. 20 ലക്ഷം സ്ക്വയർ കിലോമീറ്ററിൽ 200 നോട്ടിക്കൽ മൈൽ ദൂരത്തോളം പരന്നു കിടക്കുന്ന ഇന്ത്യൻ സമുദ്രാതിർത്തിക്ക് അകത്ത് കടന്ന വിളിച്ചാൽ എടുക്കാൻ നിന്നാൽ പിന്നെ ഒരു വിലപേശൽ ഉണ്ടാവില്ല എന്ന ഇന്ത്യൻ നേവിയുടെ മുന്നറിയിപ്പ് ലോകത്തെ ഒരു ശക്തിക്കും തള്ളിക്കളയാവുന്നതല്ല. കഴിഞ്ഞ ഏപ്രിൽ പഹൽഗാമിലെ ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യൻ നേവിയുടെ എക്സിലെ പോസ്റ്റ് ശ്രദ്ധേയമായിരുന്നു. നോ മിഷൻ ടു ഡിസ്റ്റന്റ്, നോ സീ ടു വാസ്റ്റ്. ഒരു ലക്ഷ്യവും അകലെയല്ല.
ഒരു കടലും കയ്യെത്താ ദൂരത്തുമല്ല. കൃത്യം സന്ദേശമായിരുന്നു അത്. തദ്ദേശീയമായി നിർമ്മിച്ച ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയർ INS സൂറത്ത് വിജയകരമായി ഇന്ത്യൻ നേവി വിക്ഷേപിച്ചതും ബ്രഹ്മോസ് ഉൾപ്പെടെയുള്ള ആന്റി ഷിപ്പ് അഡ്വാൻസ്ഡ് മിസൈൽ സിസ്റ്റം വിജയകരമായി പരീക്ഷിച്ചതും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്കും അപ്പുറമുള്ള ലക്ഷ്യങ്ങളെ പ്രിസൈഡായി ഭേദിക്കാൻ നമ്മുടെ നേവിക്കാകും എന്നതിന് തെളിവായി അതിനൊപ്പം ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച എയർക്രാഫ്റ്റ് കാരിയർ INS വിക്രാന്ത് അതിമാരകമായി ശത്രുവിനെ അപ്പാടെ കത്തിച്ചു കളയാൻ തക്കവിധം ആയുധസജ്ജമാണെന്ന് ഇത് പറയാൻ കാരണമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ സമുദ്ര സൈനിക ശക്തി അമേരിക്കയാണെങ്കിലും രാജ്യങ്ങളുടെ വർക്ക്ഷിപ്പുകളും എയർക്രാഫ്റ്റ് കരിയറുകളും മുങ്ങിക്കപ്പലുകളും നേവൽ പോർട്ടലുകളുടെ ശേഷിയും ആധുനിക വെപ്പണുകളുടെ ഇന്റിഗ്രേഷനും ഒക്കെ നോക്കിയാൽ ഗ്ലോബൽ ഫയർ പവർ റിപ്പോർട്ട് പ്രകാരം ചൈനയാണ് മുന്നിൽ. അവരുടെ ഫ്ലീറ്റ് സൈസ് 754 US-ന്റെ ഫ്ലീറ്റ് സൈസ് 440. ഇന്ത്യ ആകട്ടെ 293 എന്ന ഫ്ലീറ്റ് സൈസോടെ 6ാം സ്ഥാനത്താണ്. പക്ഷേ അടുത്തിടെ വികസിപ്പിച്ചു കൊണ്ടുവരുന്ന ഇന്റർഗ്രേറ്റഡ് വാർഫെയർ ടെക്നോളജി സിസ്റ്റത്തിലും കടലിലെ സൈനിക സാന്നിധ്യത്തിലും ലോകത്തിലെ ഏറ്റവും മാരകമായ നാവികസേനയാണ് ഇന്ന് ഇന്ത്യയുടേത്. എണ്ണം കൊണ്ടല്ല, ഇന്റലിജൻസ് കൊണ്ടാണ്. കാരണം ഇന്ത്യയുടെ നേവൽ അസറ്റ് ചെറുതും വലുതുമായ യുദ്ധക്കപ്പലുകളും മുങ്ങിക്കപ്പലുകളും 170ഓളം വരും. 2 വിമാനവാഹിനി കപ്പലുകൾ, വാർഷിക് ഷിപ്പുകളെ തകർക്കുന്ന ഡിസ്ട്രോയറുകൾ 6 എണ്ണം ചെറുതും. എന്നാൽ വേഗതയേറിയ കോർബൈറ്റ്സ് ഇനത്തിൽപ്പെട്ട 22 യുദ്ധക്കപ്പലുകളും ആണവോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെ 15ഓളം മുങ്ങിക്കപ്പലുമാണ് പ്രധാനമായും ഇന്ത്യൻ നേവിക്കുള്ളത്. INS അരിഹന്ത് ക്ലാസിൽപ്പെട്ട ന്യൂക്ലിയർ പവേർഡ് സബ്മൈനറുകൾ മാരക പ്രകടശേഷിയുള്ളവയാണ്. കടലിനടിയിൽ കാണാമറയത്ത് കിടന്ന ന്യൂക്ലിയർ പോർമിനെയുള്ള ബലിസ്റ്റിക് മിസൈൽ വിന്യസിക്കാൻ കഴിയുന്ന SSN ശ്രേണിയിലെ സബ്മൈനറുകൾ ലോകത്ത് ഇന്ത്യ ഉൾപ്പെടെ ആകെ 6 രാജ്യങ്ങൾക്കേ ഉള്ളൂ എന്നോർക്കണം. INS വിശാഖപട്ടണം, INS കൊൽക്കത്ത, INS ചെന്നൈ എന്നിവ വേൾഡ് ക്ലാസ് ഡിസ്ട്രോയറുകളാണ്. MiG-29K ഉൾപ്പെടെ 200-ലധികം എയർക്രാഫ്റ്റുകൾ നേവിക്കുണ്ട്. ഇന്ത്യൻ പടക്കപ്പലുകളിൽ ഇനി റഫേലിന്റെ ഊഴമാണ്. അതോടെ കടലിൽ മെയ്യുന്ന വേട്ടസ്രാവായി ഇന്ത്യൻ യുദ്ധക്കപ്പലുകൾ മാറും. 160 കിലോമീറ്റർ സ്ട്രൈക്ക് റേഞ്ചുള്ള അസ്ത്ര MK2 എയർ 2 മിസൈൽ യുദ്ധക്കപ്പലുകളിൽ വിന്യസിക്കുകയാണ് ഇപ്പോൾ. ലോകത്തെ ഏറ്റവും ആധുനിക മുങ്ങിക്കപ്പലുകളെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രൊജക്ട് 75I എന്ന മിഷൻ ശത്രുവിന്റെ ആധുനിക റഡാറുകളെ കബളിപ്പിച്ച് വേഗത്തിൽ അറ്റാക്ക് ചെയ്യാൻ കഴിയുന്ന സ്റ്റെൽത്ത് യുദ്ധക്കപ്പലുകൾ നിർമ്മിക്കുന്ന പ്രൊജക്ട് 70A ഫ്രിഗേറ്റ്സ് മറ്റൊരു മിഷനാണ്. ഇതിനെല്ലാമായി ഇന്ത്യ മാറ്റിവച്ചിരിക്കുന്നതാകട്ടെ 1,60,000 കോടിയും. നാവികസേനയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ ഫണ്ട് ചിലവഴിക്കുന്ന വേഗത്തിൽ വളരുന്ന ലോകത്തെ ആദ്യ രാജ്യങ്ങളിൽ ഒന്ന് ഇനി ഇന്ത്യയാണ്. അണിയറയിൽ ഒരുങ്ങുന്നതോ INS വിശാൽ, ന്യൂക്ലിയർ പവേർഡായ ലോകത്തെ ഏറ്റവും വലിയ അത്യാധുനിക യുദ്ധക്കപ്പൽ. അമേരിക്കയും ചൈനയ്ക്കും ഫ്രാൻസിനും മാത്രമുള്ള കാറ്റോബാർ കോൺഫെഡറേഷനോടെ ഒരുങ്ങുന്ന INS വിശാൽ വലിയ ആണവ മിസൈലുകൾ ഘടിപ്പിച്ച ഫുൾ ഇന്ധനവും നിറച്ച വലിയ എയർക്രാഫ്റ്റുകൾക്ക് ഞൊടിയിടയിൽ കുതിക്കാനും ലാൻഡ് ചെയ്യാനും പാകത്തിന് കാറ്റപ്പൾട്ട് അസിസ്റ്റഡ് ടേക്ക് ഓഫ് സാധ്യമാകുന്ന റൺവേയുള്ള കൂറ്റൻ യുദ്ധക്കപ്പൽ. കടലിനെ ഭരിക്കാൻ പോകുന്ന രാജകുമാരൻ. എവിടെയാണ് അവൻ പിറക്കുന്നതെന്നറിയാമോ? നമ്മുടെ കൊച്ചിയിൽ. ഇന്ത്യയുടെ അഭിമാനമായ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ INS വിക്രാന്തിന് ജന്മം കൊടുത്ത അതേ കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നെക്സസ് ജനറേഷൻ മിസൈൽ വെസൽ ശത്രുവിന്റെ മുങ്ങിക്കപ്പലിനെ തിരഞ്ഞു പിടിച്ച് തകർക്കുന്ന ആന്റി സബ്മറൈൻ വാർഫെയർ ഷാലോ വാട്ടർ ക്രാഫ്റ്റ് എന്നിവ ഉൾപ്പെടെ 15ഓളം അത്യാധുനിക യുദ്ധക്കപ്പലുകളുടെ പണിപ്പുരയിലാണ് കൊച്ചിൻ ഷിപ്പ്യാർഡ്. ഇന്ത്യയുടെ പ്രസ്റ്റീജിയസ് ആയ ആദ്യ തദ്ദേശീയ വിമാനവാഹിനി യുദ്ധക്കപ്പലായ INS വിക്രാന്ത് ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷത്തിനിടെ 25ഓളം വർക്ക്ഷിപ്പുകളാണ് ഈ കൊച്ചിയുടെ ഓരത്ത് കിടക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡ് ബിൽഡ് ചെയ്ത് സൈന്യത്തിന് നൽകിയത് 10-12 വർഷം മുൻപ്. ലോകത്തെ നാവിക സൈനിക ശക്തിയിൽ 8-9 സ്ഥാനത്തായിരുന്നു നമ്മുടെ നേവി എങ്കിൽ ഇന്ന് 6ാം സ്ഥാനത്താണ്. യുദ്ധോപകരണങ്ങളും യുദ്ധക്കപ്പലുകളും സ്വന്തമായി നിർമ്മിക്കാനും അവയുടെ എണ്ണവും ഗുണവും ഗണ്യമായി വർദ്ധിപ്പിക്കുവാനും നമുക്കായി. ഇന്ന് ഈ മേഖലയെ ഭരിക്കുന്ന നീലക്കടലിന്റെ സൈന്യമായി ഇന്ത്യൻ നേവി മാറിയിരിക്കുന്നു.